കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ എ, കോസ് എ, ടാൻ എ എന്നീ ട്രിഗണോമെട്രിക് റേഷ്യോസാണ് നമ്മൾ മനസ്സിലാക്കിയത്. സൈൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. കോസ് എ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം. ടാൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഇന്ന് നമ്മൾ ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന ഭാഗമാണ് പഠിക്കുന്നത്. ഒരു സർക്കിളിൻ്റെ കോഡ് എ ബിയുടെ ലെങ്ത്ത്, ഞാൻ എ ബിയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓ സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആർ. ഇതിൻ്റെ സെൻറ്ററൽ ആംഗിളാണ് 3 ഡിഗ്രി. കോഡ് എ ബിയുടെ ലെങ്ത്ത് 2x. നമ്മൾ ഓയിൽ നിന്ന് എ ബിക്ക് പെർപെൻഡിക്കുലറായി ഒ പി വരക്കുന്നു. ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. therefore angle P is equal to 90 degree. Perpendicular from the center to the chord bisect the chord. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു. എ ബി 2x ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എ പി ഈസ് ഈക്വൽ ടു പി ബി ഈസ് ഈക്വൽ ടു എക്സ്. അതുപോലെ തന്നെ സെൻട്രൽ ആംഗിൾ സി ആയിരുന്നു. അതിനെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ചെയ്ത് ഇവിടെ C/2 ഡിഗ്രി, ഇവിടെ C/2 ഡിഗ്രി ആകുന്നു. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ പി ഒ, ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ പി ഒ, മടത്തിലോണം എ പി ഒയിൽ ആംഗിൾ പി 90 ഡിഗ്രി. ഹൈപ്പോട്ടന്യൂസ് AO is equal to R. Acute angle C/2, ന്യൂനകോൺ C/2 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഓപ്പോസൈഡാണ് എ പി. അപ്പോൾ ഓപ്പോസൈഡ് is equal to AP is equal to X. Opposite side by hypotenuse is equal to, എതിർവശം by കർണം is equal to sin acute angle. അപ്പോൾ sin C/2 ഡിഗ്രി. ഓപ്പോസൈഡ് നമുക്കറിയാം X divided by hypotenuse R is equal to sin C/2 ഡിഗ്രി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x is equal to R into sin C/2 ഡിഗ്രി. x എന്ന് പറഞ്ഞാൽ എ പി, നമുക്ക് വേണ്ടത് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ 2x ആണ്. അതുകൊണ്ട് 2 കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2 into x, 2x is equal to 2 into r, 2r into sin C/2 ഡിഗ്രി. 2x എന്ന് പറഞ്ഞാൽ എ ബി, എ ബി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കോഡ്. അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ദി കോഡ്. ഞാനിൻ്റെ നീളം ഈസ് ഈക്വൽ ടു 2r എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ, വ്യാസം, ഇൻറ്റു sin C/2 ഡിഗ്രി. Length of the chord is equal to 2r into sin of half of the center angle, or length of the chord is equal to diameter into sin of half of the center angle. ഞാനിൻ്റെ നീളം is equal to 2r into കേന്ദ്രകോണിൻ്റെ പകുതിയുടെ സൈൻ, ഓർ ഞാനിൻ്റെ നീളം is equal to വ്യാസം ഇൻറ്റു കേന്ദ്രകോണിൻ്റെ പകുതിയുടെ സൈൻ. ഇത് നമുക്ക് ഒരു സർക്കിളും അതിൻ്റെ സർക്കം സർക്കിളും തന്നിരിക്കുന്നു. ഇതാണ്
ആർക്ക്. ഈ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ആർക്ക് എ സി ബി. ആംഗിൾ എ സി ബി ഈസ് ദ ആംഗിൾ ഓൺ ദ alternate arc. Angle on the alternate arc is half of the center angle. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി ആണ്, അവിടെ ആംഗിൾ സി 50 ഡിഗ്രി എന്ന് കിട്ടുന്നു. എ ബി ആണ് ചാപം, ആർക്ക് എ സി ബി ആണ് മർജാപം. ആംഗിൾ എ സി ബി മർജാപത്തിലുണ്ടാക്കുന്ന കോൺ, മർജാപത്തിലുണ്ടാക്കുന്ന കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ കേന്ദ്രം 100 ഡിഗ്രി നമുക്കറിയാം, ആ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടുന്നു. നമ്മളിപ്പോൾ പഠിച്ച ഫോർമുല ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞു നോക്കാം. ലെങ്ത് ഓഫ് ദി കോർഡ്, അതായത് എ ബി ഈസ് ഈക്വൽ ടു diameter, അതായത് 2r into sine of half of the center angle. AB is equal to 2r into center angle half. Center angle 100 ആണ്, ഈ 100ൻ്റെ ഹാഫ് 50 ആണ്. 50 ഇവിടെ വന്നിരിക്കുന്നത് സിയിലാണ്. അത് നമുക്ക് ഇവിടെ എഴുതാം സൈൻ സി. ഇതുപയോഗിച്ച് നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. എ ബി ഇസ് ഈക്വൽ ടു ഡയമീറ്റർ 2r ഇൻറ്റു സൈൻ സി. എ സി ഇസ് ഈക്വൽ ടു ഡയമീറ്റർ 2r ഇൻറ്റു സൈൻ ബി. ബി സി ഇസ് ഈക്വൽ ടു ഡയമീറ്റർ, അതായത് 2r ഇൻറ്റു സൈൻ എ. ഇവിടെ എല്ലാം ഡയമീറ്റർ കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എ ബി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു എ സി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു ബി സി ബൈ സൈൻ എ എന്ന് എഴുതാൻ സാധിക്കും. എ ബി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു എ സി ബൈ സൈൻ ബി is equal to BC by sin A. നമുക്കറിയാം ഇൻ എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:1:√2. 45 ഓപ്പോസിറ്റ് സൈഡ് 1, ഈ 45 ഓപ്പോസിറ്റ് സൈഡ് 1, 90 ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് √2. സൈൻ 45 is equal to opposite of 45 divided by hypotenuse, 1/√2. Cos 45 degree is equal to adjacent side by hypotenuse, 1/√2. Tan 45 is equal to opposite side by adjacent side, 1/1 is equal to 1. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇൻ എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:√3:2. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് 1, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് √3, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് 2. നമുക്ക് സൈൻ 30 കണ്ടുപിടിക്കാം. Sin 30 degree is equal to opposite of 30 degree, 1 divided by hypotenuse 2. Cos 30 degree, adjacent side of 30 degree, √3 divided by
hypotenuse 2. Tan 30 degree. Opposite side of 30 degree divided by adjacent side of 30 degree. 1 by root 3. ഇതുപോലെ തന്നെ 60 ഡിഗ്രി കണ്ടുപിടിക്കുക. Sin 60 degree is equal to opposite of 60 degree for root 3 by hypotenuse 2. Cos 60 degree adjacent side of 60 degree for 1 by hypotenuse 2. Tan 60 degree 60 degree opposite side by 60 degree adjacent side for root 3 by 1. ഇനി നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? നമുക്കറിയാം ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഓഫ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. അതിൽ നിന്നും ഡയമീറ്റർ ഈസ് ഈക്വൽ ടു AB ഡിവൈഡ് ബൈ sin C. Diameter വ്യാസം is equal to AB by sin C is equal to AB എന്ന് പറഞ്ഞാൽ 3 cm divided by sin C എന്ന് പറഞ്ഞാൽ 60 degree is equal to 3 divided by sin C നമ്മൾ പഠിച്ചിട്ടുണ്ട് root 3 by 2 is equal to 3 into reciprocal 2 by root 3. 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം root 3 into root 3 into 2 by root 3. root 3 ക്യാൻസൽ ആവും, നമുക്ക് 2 root 3 എന്ന് കിട്ടുന്നു. ഇത് 2r ആൻസറാണ്. നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഈസ് ഈക്വൽ ടു 2 root 3 ഡിവൈഡ് ബൈ 2. 2 ക്യാൻസൽ ആവുന്നു, root 3 എന്ന് കിട്ടുന്നു. root 3 എന്ന് പറഞ്ഞാൽ 1.732 centimeters. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സർക്കംറേഡിയസ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 8 centimeters? 8 centimeter വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എത്രയാണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 sides ഈക്വലായിരിക്കും, 3 angles ഈക്വലായിരിക്കും. 1 angle is equal to 180 by 3 is equal to 60 degree. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ 60 degree, ആംഗിൾ ബി 60 degree, ആംഗിൾ സി 60 degree. ഡയമീറ്റർ വ്യാസം is equal to AB by sin C is equal to AB 8 centimeters divided by sin 60 degree is equal to 8 divided by root 3 by 2 is equal to 8 into reciprocal 2 by root 3. നമുക്ക് ആവശ്യമുള്ള റേഡിയസ് ആണ്, അതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. R is equal to 8 into 2 by root 3 divided by 2. അപ്പോൾ 8 into 2 divided by root 3 into 1 by 2. 2 into ക്യാൻസൽ ആവുന്നു, നമുക്ക് 8 by root 3 കിട്ടുന്നു. is equal to 8 divided by root 3 വാല്യൂ 1.732. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4.618 centimeters കിട്ടുന്നു. or 8 by 1.732 നമ്മൾ ചെയ്യുന്നത് 8 by 1.7 പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 ഡെസിമൽ പ്ലേസ് മാത്രം എടുക്കുന്നു. രണ്ടാമത്തെ നമ്പർ 5നേക്കാൾ കുറവായതുകൊണ്ട് ഈ നമ്പറുകൾ ഉപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് 1.7 കിട്ടും. ഇനി ഡെസിമൽ മാറ്റിയിട്ട് മാത്രമേ നമ്മൾ ഡിവിഷൻ ചെയ്യാൻ പാടുള്ളൂ. അത് ചെയ്യാനായിട്ട് 10 കൊണ്ട് മുകളിലും
താഴ്ത്തും ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 80/17 ഒരു സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടാം. അപ്പോൾ നമുക്ക് 80/17 കിട്ടുന്നു. 8നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 times 68 -12 കിട്ടും. അടുത്ത നമ്പർ ഇല്ല, അതുകൊണ്ട് ഇവിടെ പോയിൻ്റ് ഇടാം, ഇവിടെ 0 ഇറക്കാം. 70 × 7 49 119. അപ്പോൾ 7 times 119. നമുക്ക് ആൻസർ എഴുതാം 4.7 സെൻറ്റിമീറ്റേഴ്സ് എന്ന്. ട്രിഗണോമെട്രിയിൽ ആക്യുറസി കുറവായിരിക്കും, സ്പീഡ് കൂടണം. അതുകൊണ്ട് ഇത്രയും വലിയ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകരുത്. അതിനെ 1 ഡെസിമൽ പ്ലേസ് കറക്ഷൻ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എളുപ്പം കിട്ടുന്നതായിരിക്കും. ആൻസറിന് അല്പം വ്യത്യാസം ഉണ്ടാവും, അത് പ്രശ്നമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കംസർക്കിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദി അതർ 2 sides ഓഫ് ദി ട്രയാങ്കിൾ. ചിത്രത്തിൽ ഒരു ത്രികോണവും പരിവൃത്തവും തന്നിരിക്കുന്നു. വൃത്തത്തിൻ്റെ വ്യാസം കണക്കാക്കുക. ത്രികോണത്തിൻ്റെ മറ്റു വശങ്ങളുടെ നീളം കണക്കാക്കുക. നമുക്കറിയാം ഡയമീറ്റർ ഈസ് ഈക്വൽ ടു AB/sin C. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു AB/sin C. വ്യാസം ഈസ് ഈക്വൽ ടു AB/sin C ഈസ് ഈക്വൽ ടു AB 4 centimeters divided by sin C എന്ന് പറഞ്ഞാൽ 70 degree. ഇപ്പോൾ sin 70 degree is equal to 4 divided by sin 70 is equal to 0.9397 is equal to, നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആൻസർ 4.2568 സെൻറ്റിമീറ്റേഴ്സ് കിട്ടുന്നു. നമ്മളിത് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ = 4/0.9 എടുക്കുക. അതായത് രണ്ടാമത്തെ നമ്പർ 5നേക്കാൾ കുറവാണ്, അതെല്ലാം ഉപേക്ഷിച്ച് കളയുക. ഒരു 0.9 എഴുതാം. = ഈ 1 ഡെസിമൽ പ്ലേസ് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് മുകളിലും 10 കൊണ്ട് താഴത്തും ഇൻറ്റു ചെയ്യാം. 4 × 10 divided by 0.9 × 10. അപ്പോൾ നമുക്ക് 40/90 എന്ന് കിട്ടും. എന്നിട്ട് 1 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിൻ്റ് ഇടാം. അപ്പോൾ നമുക്ക് 40/9 കിട്ടുന്നു. 40നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 9s are 36. 4 അടുത്ത നമ്പർ ഇറക്കി എഴുതാനില്ല, അതാണ് പോയിൻ്റ് ഇടുക. 0 ഇറക്കുക, വീണ്ടും 4 times. അപ്പോൾ നമുക്ക് 4.4 സെൻറ്റിമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ട്രിഗണോമെട്രിയിൽ സ്പീഡാണ് നമുക്ക് ആവശ്യമുള്ളത്, അതുകൊണ്ട് നമ്മൾ 4.4 സെൻറ്റിമീറ്റർ എടുത്തായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് BCയും ACയും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ BC = ഡയമീറ്റർ ഇൻറ്റു sin 50 എന്ന് എഴുതാം. BC = ഡയമീറ്റർ 2R ഇൻറ്റു sin 50 degree. ഡയമീറ്റർ നമുക്കറിയാം 2.4 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു sin 50. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും 0.7660. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3.3704 സെൻറ്റിമീറ്റേഴ്സ് കിട്ടുന്നു. ഇനി നമുക്ക് AC കണ്ടുപിടിക്കണം. AC = ഡയമീറ്റർ ഇൻറ്റു sin 60 degree. ഡയമീറ്റർ 4.4 ആണെന്നറിയാം. sin 60 നമുക്കറിയാം √3/2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.2 കിട്ടുന്നു. = 2.2 ഇൻറ്റു 1.73. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3.806 സെൻറ്റിമീറ്റേഴ്സ് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ തന്നിരിക്കുന്നു.
Angle on the circle is 80 degree. Calculate the radius of the circle. Diameter Vyasam is equal to AB by sin C is equal to 5 divided by sin 80 degree is equal to 5 divided by sin 80 question paper തന്നിട്ടുണ്ട് 0.9848 ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് 1 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യാം. ഇനി ഇതെങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. എക്സാമ്പിൾ 0.5432 ഇതിനെ 1 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നമ്പർ നോക്കുക. രണ്ടാമത്തെ നമ്പർ 5ൽ കുറവാണെങ്കിൽ ഇതെല്ലാം നമ്മൾക്ക് ഉപേക്ഷിച്ച് കളയാം. അപ്പോൾ നമുക്ക് 0.5 എന്ന് എഴുതിയാൽ മതി. എന്നാൽ 0.5678 ആണെന്നിരിക്കട്ടെ. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 6 ആണ്, 5ൽ കൂടുതലാണ്. 5ൽ കൂടുതലാണെങ്കിൽ ഈ നമ്പറിനോട് 1 ആഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ 0.6 കിട്ടും. വേറെ എക്സാമ്പിൾ 0.8321 അപ്പോൾ നമ്മൾ 1 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ നോക്കാം. 3 ആണ്, <5 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒമിറ്റ് ചെയ്യാം. അപ്പോൾ 0.8 എന്ന് എടുത്താൽ മതി. എന്നാൽ 0.8723 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ <5 ആണ്. <5 ആണെങ്കിൽ 1 ആഡ് ചെയ്യണം. അപ്പോൾ 0.9 എന്ന് എടുക്കണം. ഇവിടെ 0.9 ആണ്. 1 ആഡ് ചെയ്യുമ്പോൾ അത് 10 ആവും. 10 എന്ന് പറഞ്ഞാൽ 1.0 is equal to 5 divided by 1.0. അതായത് 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 തന്നെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. റേഡിയസ് ഈസ് ഈക്വൽ ടു 5/2 ഈസ് ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് പിക്ചർ ഷോസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. ലെങ്ത് ഓഫ് ദി കോർഡ് 8 സെൻറ്റിമീറ്റേഴ്സ്. ആംഗിൾ ഓൺ ദി സർക്കിൾ 140 ഡിഗ്രി. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. നമുക്കറിയാം ഡയമീറ്റർ ഈസ് ഈക്വൽ ടു AB ബൈ സൈൻ സി. ഇവിടെ സി 140 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഫോർമുല നമ്മൾ എഴുതുന്നത് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു AB ബൈ സൈൻ 180 മൈനസ് 140 എന്നായിരിക്കും. ഡയമീറ്റർ വ്യാസം ഈസ് ഈക്വൽ ടു AB ഡിവൈഡ് ബൈ സൈൻ 180 minus 140 is equal to AB by sin 40 degree is equal to AB 8 centimeters divided by sin 40. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. നമ്മൾക്ക് ടെക്സ്റ്റിലെ പേജ് 124 നിന്ന് ഇത് കിട്ടുന്നതായിരിക്കും. 0.6428 ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12.44 എന്ന് കിട്ടുന്നു. ഇത് ഡയമീറ്ററാണ്. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് 12.44നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6.22 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ റെഗുലർ പെൻറ്റഗൺ ഈസ് ഡ്രോൺ വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദിസ് പെൻറ്റഗൺ. സർക്കിളിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റേഴ്സ് തന്നിരിക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി പെൻറ്റഗൺ. പഞ്ചഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം കാണുക. സർക്കിളിൻ്റെ സെൻറ്ററാണ് O. ആ Oയിൽ നമുക്കറിയാം ആകെ 360 ഡിഗ്രിയാണുള്ളത്. അതിനെ 5 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 1 ആംഗിൾ 360 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ
72 ഡിഗ്രി എന്ന് കിട്ടുന്നു. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സൈഡ് ഓഫ് ദി പെൻറ്റഗൺ, അതായത് AB. അപ്പോൾ AB ഈസ് ഈക്വൽ ടു ഡയമീറ്റർ 2r ഇൻറ്റു സൈൻ ഓഫ് ഹാഫ് ഓഫ് ദി സെൻറ്റർ ആംഗിൾ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 15 ഇൻറ്റു സൈൻ സി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ആംഗിൾ 72 ആണ് ബൈ 2 ഈസ് ഈക്വൽ ടു ഇത് മീൻ ചെയ്യുമ്പോൾ 30 ഇൻറ്റു സൈൻ 36 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ 30 നമുക്കറിയാം 0.5878. ഇത് മീൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 17.6340 സെൻറ്റിമീറ്റേഴ്സ് നേടുന്നു.